യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുകയില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ സീദോനിൽ സെപ്തായിലെ ഒരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ മറ്റാരുടെയും അടുക്കിലേക്ക് ഏലി അയക്കപ്പെട്ടില്ല. എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയക്കാരനായ നാമാനല്ലാതെ മറ്റാരും സൗഖ്യം പ്രാപിച്ചില്ല. ഇത് കേട്ടപ്പോൾ അവർ സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. അവർ യേശുവിനെ പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഖലയിൽ നിന്ന് താഴേക്ക് തള്ളിയിടുവാനായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ യേശു അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ നിത്യരക്ഷയുടെ ആത്മീയത ധ്യാനിക്കാം. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിൻ്റെ മൂലക്കല്ലായി ഭവിച്ചു. അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. അതെ, കർത്താവിൻ്റെ ഏറ്റവും മഹത്തായ പ്രവൃത്തി എന്തെന്നോ, സകല ജനതകൾക്കും വേണ്ടിയുള്ള വലിയ രക്ഷയുടെ സന്ദേശം ഭൂമിക്ക് നൽകുക എന്നതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ പുണ്യഭൂമിയിൽ ജനിച്ചത്, ജീവിച്ചത്, സഹിച്ചത്, മരിച്ചത്, ഉദ്ധാനം ചെയ്തത്, ഇന്നും പിതാവിൻ്റെ സന്നിധിയിൽ മഹത്വത്തോടെ നിലകൊള്ളുന്നത്, അവിടുന്ന് വീണ്ടും വരുമെന്ന് വാഗ്ദാനം നൽകിയിട്ടുള്ളത് സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ സ്വന്തം ജനത്തോട് നിത്യസത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ക്രിസ്തു ആ ദേശത്തിൽ തിരസ്കൃതനായി. ആ സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും യേശുവിനെ നിഷേധിക്കുകയും അവിടെ നിന്ന് യേശുവിനെ പുറത്താക്കുകയും യേശുവിനെ കൊല്ലാൻ അവർ പരിശ്രമിക്കുകയും ചെയ്തു. എന്നാൽ യേശു അവരുടെ ഇടയിലൂടെ തൻ്റെ ദൗത്യം നിറവേറ്റിക്കൊണ്ട് കടന്നു പോവുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്ന 2 അനുഭവങ്ങളും ലഭ്യമായത് വിജാതി സഹോദരങ്ങൾക്കാണ്. നമുക്കറിയാം, ഏലിയ പ്രവാചകന്റെ കാലത്ത് വിധവയുടെ അടുക്കലേക്ക് അയക്കപ്പെടുകയും അവിടെ ദൈവത്തിൻ്റെ വലിയ രക്ഷയുടെ ബലം അവൾ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് ഭൂമിയിൽ മഴ പെയ്ക്കുന്നത് വരെ നിന്റെ കലത്തിലെ മാവ് തീർന്നു പോകില്ല, കുടത്തിലെ എണ്ണ പറ്റിപ്പോകുകയുമില്ല എന്ന് ദൈവം ഏലിയ പ്രവാചകൻ വഴി ആ വിധവയ്ക്ക് ഉറപ്പ് നൽകി. അപ്രകാരം സാധ്യമാവുകയും ചെയ്തു. എലീശ പ്രവാചകന്റെ കാലത്ത് നാമാൻ എന്ന വിജാതീയനായ വ്യക്തി, നാമാന്റെ കുഷ്ഠരോഗം മാറുകയും അവൻ സൗഖ്യമുള്ളവനായി തീരുകയും ചെയ്തു. പ്രവാചകനെ അനുസരിച്ചപ്പോൾ അവൻ്റെ ശരീരം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ശരീരം പോലെ നിർമ്മലമായി തീർന്നുവെന്ന് വചനത്തിൽ നാം വായിക്കുന്നു. ദൈവം എല്ലാവർക്കും വേണ്ടിയുള്ളവനാണ്. അവിടുന്ന് സകല മനുഷ്യരുടെയും രക്ഷയും വീണ്ടെടുപ്പും ആഗ്രഹിക്കുന്നു. വിജാതീയരെന്നോ സ്വജാതീയരെന്നോ അവിടത്തേക്ക് പക്ഷപാതമില്ല. ഏത് ജാതി മതത്തിൽപ്പെട്ട വ്യക്തികളാണെങ്കിലും അവിടുത്തെ വിശ്വാസത്തോടെ പ്രത്യാശയോടെ വിളിച്ചപേക്ഷിച്ചാൽ അവിടുന്ന് ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഈ ദൈവം വിജാതീയരുടെയും ദൈവമാണ് എന്ന് ഒരിക്കൽ കൂടി ആഴമായി ബോധ്യപ്പെടുത്തിയപ്പോഴാണ് സത്യത്തിൽ യേശുവിനെ സിനഗോഗിൽ നിന്ന് അവർ ബഹിഷ്കരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ദൈവം മാത്രമാണ് സത്യദൈവമെന്നും ആ ദൈവം ഇസ്രായേലിന് വേണ്ടി മാത്രമുള്ള ദൈവമാണ് എന്നും അവർ വിചാരിച്ചിരുന്നു. എന്നാൽ ആ തെറ്റ് തിരുത്തുമ്പോഴാണ് യേശു തിരസ്കൃതനാവുക. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ സത്യത്തിനു വേണ്ടി നിലകൊള്ളുകയും സത്യം വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ പലപ്പോഴും ഒറ്റപ്പെടുകയും തിരസ്കരിക്കുകയും പുറത്താക്കപ്പെടുകയും ചെയ്തേക്കാം. എന്നാൽ ഓർക്കുക, നമുക്ക് മുമ്പ് നമ്മുടെ രക്ഷകനും നാഥനുമായ ക്രിസ്തു നമുക്ക് വേണ്ടി തിരസ്കൃതനായി. അവൻ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി. അവൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുവാൻ, മറ്റുള്ളവരാൽ അവഹേളനങ്ങളും നിന്ദനങ്ങളും ഏറ്റുവാങ്ങാൻ അവിടുന്ന് തിരസ്കരണത്തിൻ്റെ മുറിവും സങ്കടവും അനുഭവിച്ചു. നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി അവിടുന്ന് സഹിച്ച എല്ലാ സഹനങ്ങളും നമ്മുടെ രക്ഷയുടെ അനുഭവവും അടയാളവുമായി. ആകയാൽ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി നാം തിരസ്കരണങ്ങളും നിന്ദനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ നമുക്ക് മുമ്പേ സഹിച്ച ക്രിസ്തുവിൻ്റെ തിരുമുഖം ധ്യാനിക്കാം. അങ്ങനെ എല്ലാ തിരസ്കരണങ്ങൾക്കും പിന്നിൽ നിത്യതയുടെ കവാടം നമുക്കായി ഒരുക്കിയിരിക്കുന്ന
സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ സ്വന്തമാക്കാൻ ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.